പാകിസ്ഥാന്റെ മിലിറ്ററി ഹെഡായിട്ടുള്ള അസിം മുനീർ അമേരിക്കയിൽ പോയതിന് പിന്നാലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ ചീഫ് അമേരിക്ക സന്ദർശിക്കുന്നുവെന്ന്. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള സഹീർ അഹമ്മദ് ബാബറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സന്ദർശിക്കുന്ന ഉന്നതനായിട്ടുള്ള രണ്ടാമത്തെ പാക് മിലിറ്ററിയിലെ നേതാവെന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് പാകിസ്ഥാന്റെ മിലിറ്ററിയിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ അമേരിക്കയിലേക്ക് പോകുന്നത് എന്തിനാണ്? എന്താണ് ശരിക്കും അമേരിക്കയും ഇവരും തമ്മിലുള്ള ഇപ്പോഴത്തെ ആ ഒരു ചർച്ചകൾക്ക് പിന്നിലെ പ്രധാന വിഷയം? ഇസ്ലാമാബാദിന്റെ ഒരു പ്രതികരണം കൂടി ഇതിന്റെ പുറകെ വന്നു. അതായത് ഞങ്ങള് ഇപ്പോൾ ഒരു പ്ലാനും നമുക്കില്ല ചൈനയുടെ അടുത്ത് നിന്ന് 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങുന്നതിനായിട്ട് എന്ന ഒരു പ്രതികരണം കൂടി ഇസ്ലാമാബാദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാനുമായിട്ടും ഇന്ത്യക്കൊപ്പം ഒരു ട്രേഡ് ഡീൽ അമേരിക്ക പ്ലാൻ ചെയ്യുന്നത് പോലെ പാകിസ്ഥാനുമായിട്ടും ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ്. പാകിസ്ഥാന്റെ നിലനിൽപ്പിനും എക്കണോമിക് ഗ്രോത്തിനും US-ഉമായിട്ടൊരു വ്യാപാര കരാർ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അവരതിനു വേണ്ടി ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് പോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും US ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുമുണ്ട്. പാകിസ്ഥാൻ ഇതിനായിട്ട് ട്രംപിനെ മോഹിപ്പിച്ചത് എന്ത് കാണിച്ചിട്ടാണെന്നറിയാമോ? പാകിസ്ഥാനിലുള്ള റെയർ എർത്ത് മിനറൽസിന്റെ നിക്ഷേപം, അപൂർവ ധാതുക്കളുടെ ശേഖരമുണ്ട് പാകിസ്ഥാനിൽ. ലോകത്തെ പല രാജ്യങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുമുണ്ട്, ചൈനയിലുമുണ്ട്, പാകിസ്ഥാനിലുമുണ്ട്. ഇത് കാണിച്ചിട്ട് അമേരിക്കയെ മോഹിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ നിക്ഷേപവും അവിടെയുണ്ട്. ഇതെല്ലാം കാണിച്ച് അമേരിക്കയെ മോഹിപ്പിച്ച് അമേരിക്കയുമായിട്ടൊരു കരാർ ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് വേണ്ടത് റെയർ എർത്ത് മിനറൽസ് ആണ്, അത് പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് എന്തായാലും അത് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഉള്ളത് ഇന്ത്യക്ക് ആവശ്യമായിട്ട് വരും. അതിന് പുറമെ നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് വളരാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളിലുള്ള റെയർ എർത്ത് മിനറൽസും അതുപോലെ അപൂർവ ധാതുക്കളൊക്കെ നമ്മൾ സെക്യൂർ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ട്രിനിഡാഡിലേക്ക് മോദി പോയത്. അതുകൊണ്ടാണ് ബ്രസീലുമായിട്ട് കൂടുതൽ നമ്മൾ ടൈപ്പിലാവുന്നത്, അർജന്റീനയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്, ഇപ്പൊ നമീബിയയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഓരോ രാജ്യങ്ങളുമായിട്ടും കൂടുതൽ റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതിന്റെ പുറകിൽ ഇങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പാകിസ്ഥാൻ യുക്രൈനെ പോലെ അവരുടെ നാട്ടിലുള്ള അപൂർവ ധാതുക്കളെല്ലാം അമേരിക്കയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. കാരണം US-ഉമായിട്ടൊരു ട്രേഡ് ഡീൽ വേണം, ഒരു ഹെൽത്തി റിലേഷൻ വേണം, കുറെ പൈസ വേണം. ഇതാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ തൽക്കാലം ചൈനയിൽ നിന്ന് J-35 യുദ്ധവിമാനം വാങ്ങുന്നത് നീട്ടിവെക്കാനും തയ്യാറാണ്. കാരണം US-ഉമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് ഉണ്ടാകാനിടയുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാമെന്ന് പാകിസ്ഥാൻ കണക്കൂട്ടുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്താനായിട്ട് കഴിയില്ല. ചൈനയുടെ പ്രഷർ ഇന്ത്യയെ ബാധിക്കില്ല. എന്നാൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്താൻ കഴിയും. കാരണം US-ഉം ഇന്ത്യയും തമ്മിൽ ട്രേഡ് നടക്കുന്നുണ്ട്. അതായത് ഈ ട്രേഡിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ട് നമ്മളൊരു ഹെൽത്തി ഫ്രണ്ട്ലി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് US-ഉമായിട്ട് പലപ്പോഴും പല ധാരണകളിൽ എത്തേണ്ടി വരും. ഇത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടുള്ള കൂട്ടുകെട്ടിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അമേരിക്കയുമായിട്ട് ഒന്ന് അടുത്ത് നിൽക്കുന്നതാണെന്ന് അവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ ചൈനയെ പിണക്കാനൊന്നും പാകിസ്ഥാൻ പോകുന്നില്ല. ചൈനയുമായിട്ട് ഇപ്പൊ ഇന്ത്യ എങ്ങനെയാണോ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഒരു ബാലൻസ് ചെയ്ത് റിലേഷൻ നിലനിർത്തുന്നത്, അതുപോലെ ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടും ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷനാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ ശ്രമിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും അമേരിക്ക അതിന് പാകിസ്ഥാനെ ഉടനെ അനുവദിക്കാൻ പോകുന്നില്ല. കുറഞ്ഞപക്ഷം ട്രംപ് ഭരിക്കുമ്പോഴെങ്കിലും അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിനർത്ഥം ഇത് ചൈനയ്ക്ക് തിരിച്ചടിയാണ്. ഏതെങ്കിലും കാരണവശാൽ ഇത് ഈ പറയുന്ന പോലെ കാര്യം നടക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി J-35 വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ചൈനയിൽ നിന്ന് ഇത് ആദ്യം വാങ്ങാൻ പോകുന്ന രാജ്യം പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ദിവസം മുമ്പ് ഇസ്ലാമാബാദിന്റെ ഒരു പ്രതികരണം, മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ അവർ പറഞ്ഞത് നിലവിൽ അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്ന്. ഇടുത്തി പോലെ ആയിരിക്കും ചൈനയുടെ മേൽ ഈ വാർത്ത പതിച്ചിട്ടുണ്ടാവുക എന്നത് ഉറപ്പാണ്. ചൈനയ്ക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം പാകിസ്ഥാനെ ഒരു പരിധിയിൽ കൂടുതൽ സാമ്പത്തികമായി സഹായിക്കാനൊന്നും ചൈനയെ കൊണ്ട് പറ്റില്ല. അവർക്ക് അതിന് താല്പര്യവുമില്ല. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ വേണം. അവർക്ക് GDP ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അമേരിക്കയുമായിട്ടൊരു റിലേഷൻ ബിൽഡ് ചെയ്താലേ പറ്റൂ എന്ന് പാകിസ്ഥാനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതെല്ലാം അവർ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വയം ഇല്ലാതായിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്കയ്ക്ക് എന്തിനാണ് പാകിസ്ഥാനെ വേണ്ടത്? പ്രധാനമായിട്ടും പാകിസ്ഥാനിലുള്ള അപൂർവ ധാതുക്കളാണ് അമേരിക്കയുടെ നോട്ടം. അത് ഖനനം ചെയ്തെടുക്കുന്നത് വരെ തീർച്ചയായിട്ടും വലിയൊരു സൗഹൃദം അമേരിക്ക കാണിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ആണവായുധത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കൈകളിൽ തന്നെ വേണമെന്ന് അവർ കരുതുന്നുണ്ട്.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും ഇറാനും ചൈനയും. നോക്കൂ, ലളിതമായ ഒരു കാര്യം പറയാം. ഇപ്പോ അമേരിക്ക എന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സങ്കല്പിക്കുക. ഇപ്പൊ ഞാനാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദത്തിനായിരിക്കും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുക. കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ചൈന, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ. അമേരിക്ക എന്ന് പറയുന്ന ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ചൈന പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഞാനുമായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളുടെ കേന്ദ്രമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, അതും പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ആണവായുധം ഉണ്ടാക്കിയിട്ട് എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഇറാനും ഈ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പൊ എൻ്റെ സുഹൃത്തൊക്കെ ആണെങ്കിലും ഭയങ്കര സ്മാർട്ടാണ് ആ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവന്മാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ എനിക്ക് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ലെങ്കിലും ഭാവിയിൽ ഇവൻ എനിക്കെതിരെ വന്നാൽ അവനെയും എനിക്ക് ഒതുക്കാൻ പാകിസ്ഥാനെ വേണം. അങ്ങനെ വരുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുഹൃത്ത് രാജ്യം പാകിസ്ഥാനായിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ കാഴ്ചപ്പാടിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വെടിക്ക് 4 പക്ഷി എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒരേ സമയത്ത് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രതിയോഗികളും ഭാവിയിൽ പ്രതിയോഗിയാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ അമേരിക്കയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ് വളരെ ബെറ്റർ. അതുകൊണ്ടാണ് ഇത്രയും കാലവും US പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോയത്. ചുമ്മാ പൈസ വാരി കൊടുത്തുകൊണ്ടിരുന്നത്. സ്പെഷ്യൽ ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പാണ് US പാകിസ്ഥാനും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന് കൂടുതൽ ഊർജം പകരാൻ പാകിസ്ഥാനിൽ ധാരാളം ധാതുക്കളുടെ നിക്ഷേപം കൂടിയുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ അമേരിക്ക ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ചൈനയുമായി ഭയങ്കര ഡിപ്പെൻഡഡ് ആയിട്ട് ചൈനയിലേക്ക് ഒട്ടിക്കൊണ്ടിരുന്ന പാകിസ്ഥാനെ പതുക്കെ അമേരിക്കയിലേക്ക് വലിച്ചടിപ്പിച്ച് നിർത്തുകയാണ്. അപ്പൊ ഇവിടെ ഇന്ത്യക്ക് അതുകൊണ്ടൊരു താൽക്കാലിക ഗുണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനും ചൈനയും ഒന്നിച്ചുള്ള ഇന്ത്യക്കെതിരായ ഒരു അച്ചുതണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം അമേരിക്കയോട് കൂടുതലായിട്ട് പാകിസ്ഥാൻ അടുത്ത് നിൽക്കുമ്പോൾ ചൈനയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ പാകിസ്ഥാനിൽ ഇടപെടാൻ പറ്റാത്തൊരു സ്ഥിതി വരും. ഒരു വശത്ത് ചൈനയും ഒരു വശത്ത് അമേരിക്കയും ആകുമ്പോൾ പാകിസ്ഥാൻ അവിടെ ഒരു നിഷ്പക്ഷ നിലപാടേ എടുക്കാൻ പറ്റൂ. ഒരു പരിധിയിൽ കൂടുതൽ പാകിസ്ഥാൻ അങ്ങനെ കയറി കളിക്കാൻ പറ്റില്ല. ഇവിടെ ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവുന്ന ഈ ബന്ധം തൽക്കാലത്തേക്കെങ്കിലും ഇന്ത്യക്ക് ഗുണം ചെയ്യും. ഇപ്പം അമേരിക്ക നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരുന്ന അല്ലെങ്കിലും അത് ഇൻഡയറക്ട്ലി നമുക്കും ഗുണം ചെയ്യും. കാരണം ഇവരുടെ ഈ കൂട്ടുകെട്ട് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. അതേസമയത്ത് ചൈനയ്ക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ്. അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നത് ഉറപ്പായും ചൈനയ്ക്ക് തിരിച്ചടിയാണ്. ചൈന അത് വൈകാതെ മനസ്സിലാക്കുകയും ചെയ്യും. ചൈനയുടെ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ചൈന ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് എപ്പോഴും അവരുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അത് തന്നെയാണ് അമേരിക്കയുടെയും വിജയത്തിന്റെ രഹസ്യം. അമേരിക്കയും ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു 50 വർഷം കഴിഞ്ഞ് ഉണ്ടാവാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ ടേൺ പാകിസ്ഥാനുമായിട്ട് അവർ അടുക്കുന്നതിന്റെ റീസൺ നാളെ ചൈനയും ഇന്നേ അവർക്കൊരു വെല്ലുവിളിയാണ്, നാളെ കൂടുതൽ വെല്ലുവിളിയാകാം. പിന്നെ ഇറാൻ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട, പ്രശ്നം ഉണ്ടാകാൻ പറ്റിയ രാജ്യമാണ് ഇറാൻ. അഫ്ഗാനിസ്ഥാൻ താലിബാനാണ്, ദുർബലമാണെന്നൊന്നും അമേരിക്ക ഒരിക്കലും കരുതില്ല. അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം താലിബാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയും. നമ്മളെ ഈ രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കൻ ആശയങ്ങളോടും വെസ്റ്റേൺ ആശയങ്ങളോടും കുറച്ച് തിരിഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളാണിതെല്ലാം. അപ്പോൾ നമ്മൾ തമ്മി അടിയൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കൻ കാഴ്ചപ്പാടിൽ ഇരുന്നുകൊണ്ട് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ട് അവർ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ നോക്കുമ്പോൾ അവരുടെ പ്രധാന എതിരാളികൾ ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ വളരെ ഭംഗിയായിട്ട് US ഉപയോഗിക്കാൻ കഴിയുന്നത് പാകിസ്ഥാനാണ്. കാരണം കൃത്യമായ ഒരു ഭരണ സംവിധാനം പോലും ഇല്ല. മിലിറ്ററിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാകിസ്ഥാനിൽ ഒരു കൃത്യമായ ജനാധിപത്യം ഇല്ലാതെ തുടരേണ്ടത് സത്യത്തിൽ അമേരിക്കയുടെ ആവശ്യമാണ്. അങ്ങനെ വന്നാൽ അമേരിക്കയ്ക്ക് ഈ ജനാധിപത്യ പ്രക്രിയയുടെ പുറകെയൊന്നും പോകേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവിടെയുള്ള ജനകീയ രോഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, മിലിറ്ററിയുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്താൽ മതി. ട്രംപ് അസീം മുനീറിനെയും ഇപ്പോൾ അവരുടെ വ്യോമസേന തലവനെയും ഒക്കെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ഡീൽ ചെയ്യാനാണ് US ആഗ്രഹിക്കുന്നത്. മിലിറ്ററി എന്ന് പറയുന്നത് മാറാതെ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ജനാധിപത്യ പ്രകാരമുള്ള ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അസീം മുനീറിന് ഒരു 10 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ അങ്ങ് കൊടുത്താൽ മതി. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും അവിടെ ജീവിക്കാനുള്ള സൗകര്യം കൊടുത്ത് അവിടെ ബില്യൺ കണക്കിന് ഡോളറിന്റെ പ്രോപ്പർട്ടീസും ഇൻവെസ്റ്റ്മെന്റ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അസീം മുനീർ അമേരിക്ക പറയുന്നെടുത്ത് നിൽക്കും. അതാണ് പണത്തിന്റെ പവർ, ഡോളറിന്റെ പവർ അതാണ്. അപ്പോൾ ഇത് US നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ അസീം മുനീർ വിചാരിക്കും ചൈനയുമായിട്ടുള്ള റിലേഷനേക്കാളും എന്തുകൊണ്ട് മൂപ്പർക്ക് ഗുണം അമേരിക്കയായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. ഇനിയിപ്പോൾ മിലിറ്ററി പദവി ഒഴിഞ്ഞു പോയാലും പുള്ളിക്ക് സുഖമായിട്ട് അമേരിക്കയിൽ പോയിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി ജീവിക്കാം, സുഖമായി അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് ജീവിക്കാം, സെക്യൂർ ആണെല്ലാം. അപ്പോൾ അവിടെ അവർ പാകിസ്ഥാനിലെ ജനങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, സ്വന്തം വളർച്ചയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്.
അവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ വൈരാഗ്യവും അല്ലെങ്കിൽ യുദ്ധവും എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ ഒതുക്കാനുള്ള തന്ത്രമാണ്. ഇന്ത്യയോടുള്ള വെറുപ്പും വിദ്വേഷവും വർഗീയതയും പറഞ്ഞാണ് മിലിറ്ററി അവിടെ ഈ ഒരു അപ്രമാദിത്വം നിലനിർത്തുന്നത്. അതിനാണ് അവർക്ക് അത് ആവശ്യം. ഈ യുദ്ധങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കേണ്ടതും അവരുടെ ആ ഒരു വെറുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. മറിച്ച് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ വേണ്ടത് പൈസയാണ്. ആ പൈസ അമേരിക്ക അവർക്ക് കൊടുക്കുമെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഏത് പണി ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പൊ ഇവിടെ ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ചൈനയുടെ J-35 യുദ്ധവിമാനം ഉടനെ വാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറാവില്ല. വാങ്ങുമായിരിക്കാം, പക്ഷെ ഉടനെ വാങ്ങുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ട്രംപ് അതിന് അനുവദിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന അപൂർവ ധാതുക്കൾ ഖനനം ചെയ്തെടുക്കാമെന്നത് ചൈനയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൽ കൂടിയാണ് ട്രംപ് ഇപ്പോ കോലിട്ടിളക്കിയത് എന്നുള്ളതാണ്. അപ്പോ എല്ലാ അർത്ഥത്തിലും ചൈനയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ യു ടേൺ എടുത്ത് US ചേരുന്ന ഈ ഒരു നീക്കം ഒരു തിരിച്ചടി തന്നെയായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.